സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. കൂടുള്ളത്തിന് ഇവനെ പിടിക്കാൻ വേണ്ടിട്ട് നിന്നിന്. അപ്പൊ ഓനും ഇങ്ങോട്ട് വെച്ചു തരാം. ഓനെന്താക്കി ബാക്കിയുള്ളവര് വലിച്ചു കയറ്റി. ആള് മുന്നോട്ടേക്ക് വന്നേരം പിന്നെ ഇവര് കമ്പ് ആടിത്തരും എന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്ന് വെള്ളം പോയതിന് ഈ സുരക്ഷിതമല്ല സ്ഥലത്ത് നിന്ന് വീമുണ്ടാകുന്നൊരു കാല് വലിഞ്ഞു കയറിറങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ കൂടുള്ളത്തിന് ഇവനെ പിടിക്കാൻ വേണ്ടിട്ട് നിന്നിന്. അപ്പൊ ഓനും ഇങ്ങോട്ട് വെച്ചു തരാം. ഓനെന്താക്കി ബാക്കിയുള്ളവര് വലിച്ചു കയറ്റി. ആള് മുന്നോട്ടേക്ക് വന്നേരം പിന്നെ ഇവര് കമ്പ് ആടിത്തരും എന്ന് വിചാരിച്ച് ഞങ്ങൾ നിന്ന് വെള്ളം പോയത്. നീന്തറിയുന്ന ആളായിരുന്നു. കൊല്ലം വരെ നീന്തിയത്. പിന്നെ ഇവര് ഒന്നും പിന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഒന്നും കൊടുത്തില്ല. കമ്പ ചാടിക്കൊടുത്ത് കമ്പ റോഡ് ചാടുന്നേരം കുടുങ്ങിപ്പോകുന്നു. കട്ടോടെ കുടുങ്ങിപ്പോകും. അങ്ങനെ പിന്നെ അതുകൊണ്ട് തെച്ച് പിന്നെയും ചാടിക്കൊടുന്നേരം കുടുങ്ങിപ്പോ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു കമ്പ കഴിക്കാൻ വേണ്ടി കുറെ പ്രയാസപ്പെട്ട് പിന്നെ കാട് ഒഴുകി അങ്ങോട്ട് എത്തി. സെക്യൂരിറ്റി പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരാളായിരുന്നു രാവിലെ ഉള്ളൂ എന്ന് പറഞ്ഞത്. ഇവർക്കൊന്നും ഈ ആഴക്കടലിൽ ഇറങ്ങാനാവോ? അതൊന്നും സാധ്യമല്ലല്ലോ. മത്സ്യത്തൊഴിലാളികൾ അത്യാവശ്യം നിങ്ങൾ ഇറങ്ങുന്ന ആളല്ലേ? ഞാൻ പെട്ട് കല്ലപ്പി പോകുന്ന ആളാണ്. അത് അങ്ങനത്തെ സമയത്താന്നേ വെള്ളം പേരിക്ക് നമ്മൾ ഈ പോരും. നമ്മൾ നീന്തണ്ടില്ല. വെള്ളം പേരിക്ക് നമ്മളവിടെ നോട്ടാ മതി. അതിൽ തന്നെ പോരും. ഇപ്പൊ ഈ കടലും പുഴയും ഒരു ചേരുന്നിടത്താണ് അപകടം അല്ലേ? അപകടം. അത് ഇത് പ്രത്യേകിച്ച് ഒരു ഡേഞ്ചർ ഏരിയ. ഇറക്കത്തിന് ആന വരെ വലിച്ചാണ് പേരിക്ക് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അത് നമുക്ക് ധൈര്യം പോകണം. നമ്മൾ നീന്തൊന്നും വേണ്ട. നമ്മളവിടെ ഇങ്ങനെ നിന്നോടത്താ മീൻ ചൂൻ്റെ ഉള്ളു. നമ്മളകത്തേക്ക് കൊണ്ടുവരും. അതൊരു നേക്കുണ്ട് വെറ്റും പോക്കല്ല. നമ്മൾ സാധാരണ ചെയ്യണം. അവൻ്റെ കൂടെ പാണൊക്കെ എല്ലാവരും നീന്തലുണ്ട്. ഒക്കെ ഈ കടലിൽ കളിക്കുന്ന പോലെ പക്ഷെ ഇവിടെ ഈ സുരക്ഷാ വെള്ളം വെച്ചിട്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഇതിനകത്തൊക്കെ ആയിരുന്നു. പുറത്തേക്കൊന്നും പോകുന്നില്ല. കമ്പെല്ലാം കെട്ടി സേഫ്റ്റി ആക്കി ഒക്കെ പിന്നെ നോക്കുന്നുണ്ട്. ഇത് അവര് അപ്പുറത്ത് മലപ്പുറത്ത് അപ്പുറം ഇല്ല. പിന്നെ മത്സ്യബന്ധനത്തിന് വന്ന ചേളാരിയുള്ള ഒരു 5 അംഗ ടീമായിരുന്നു. അവർ മത്സ്യം പിടിക്കുന്നിടയ്ക്ക് ഒരാൾ പുറത്ത് പോയി എന്നാണ് ഇവിടുത്തെ തൊഴിലാളികൾ പറയുന്നത്. അയാളെ നീന്തി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഇവരടുത്തെത്തുമ്പോഴേക്കും അയാൾ കൈവിട്ട് പോയി. കൈ കുഴഞ്ഞിട്ടായിരിക്കും. അടി വലിച്ചിൽ നല്ലവണ്ണം ഉണ്ട്. അങ്ങനെ ഒഴുകിപ്പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും പോലീസ്, ഫയർഫോഴ്സ്, കോസ്റ്റൽ പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ എല്ലാ സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. തെരയുക ഇത്തിരി അസാധ്യമാണ്. അത്രമാത്രം കടൽ ഒഴുക്കുണ്ട്, അടിയൊഴുക്കുണ്ട്. എന്നാലും സ്കൂബ ഡൈവേഴ്സും അതുപോലെ തന്നെ ചൊമ്പാലിൽ നിന്നുള്ള മറ്റേ ബോട്ടും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തെരഞ്ഞ് അസാധ്യമായ എല്ലാ സംഗതികളും ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്.